ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ മെസ്സേജ്, ഇന്നത്തെ ഗൈഡൻസ്, ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ്, ഡിവൈൻ മെസ്സേജ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. 2 വേർഡ്സ് വന്നു. ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്, 9 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. നയൻ ഓഫ് പെന്റക്കിൾസ് വന്നിരിക്കുന്നു. സെവൻ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 10 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു. എംബറർ വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി ഉണ്ട്. ബോട്ടം നമുക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് വാൻഡ്സിന്റെ എനർജിയാണ്. അത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഏസ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 6 ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു, ഏസ് ഓഫ് വാൻഡ്സ് വന്നിരിക്കുന്നു. 6 ഓഫ് വാൻഡ്സ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു അപ്രീസിയേഷൻ ലഭിക്കുന്നതാണ്. നിങ്ങളെ ആരെങ്കിലുമൊക്കെ എന്തിനെങ്കിലും നിങ്ങൾ നന്നായിട്ട് അത് ചെയ്തു എന്നൊക്കെയുള്ള നല്ല വാക്കുകൾ പറയാനും, നിങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാനും, അല്ല എങ്കിൽ നിങ്ങളെ ഒന്ന് അനുമോദിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളെ ഒന്ന് പുകഴ്ത്തും. ചിലരാണെങ്കിൽ ഒരുപാട് പുകഴ്ത്തുന്ന ആൾക്കാരുണ്ടായിരിക്കും നിങ്ങളുടെ കഴിവിനെ കണ്ടിട്ട്. ചിലപ്പോൾ കൂടുതലായിട്ട് പുകഴ്ത്തുന്നവരുണ്ട്, അമിതമായിട്ടും പുകഴ്ത്തുന്നവരുണ്ട്. അതിലൊന്നും വീണു പോകണ്ട. പക്ഷേ നിങ്ങൾക്കൊരു അഭിനന്ദനം കിട്ടുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നാണ് കാണുന്നത്. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തിക്ക് വളരെ നല്ല പ്രവർത്തികളാണ് നിങ്ങൾ ചെയ്യുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർ ചെയ്യുന്നതിലും ഭംഗിയായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിർവഹിക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്കത് എൻഡ് ആക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു അഭിനന്ദനം കിട്ടുന്നു, അപ്രീസിയേഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ നിങ്ങൾ തന്നെ സ്വയം വിചാരിക്കുന്നുണ്ട്, എനിക്കിതിൽ മുന്നോട്ട് വരണം, എനിക്ക് നന്നായി ചെയ്യണം എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി നിങ്ങളിത് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ഭംഗിയായിട്ട് നിങ്ങൾക്കിന്ന് നിർവഹിക്കാൻ സാധിക്കും. അത് ഏത് കാര്യത്തിലായാലും, നിങ്ങളുടെ ഓഫീസ് കാര്യങ്ങളിലായാലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലോ, നിങ്ങൾ ഉൾപ്പെടുന്ന മറ്റ് സമൂഹത്തിലെ എന്ത് കാര്യത്തിലായാലും, ചിലപ്പോൾ ചില ഇന്റർവ്യൂസിനൊക്കെ പോയിട്ട് നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കണം നിങ്ങൾ. വേറെ എന്തെങ്കിലും ജോലി കാര്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിനും അതുപോലെ തന്നെ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുവഴി മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് പാത്രമാകുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെയോ നിങ്ങൾ എന്തൊക്കെയോ പുതിയതായിട്ടൊന്ന് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവണം. അതിലൂടെയുള്ള ഒരു സന്തോഷത്തിലാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. എന്തോ ചില കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കത് തുടങ്ങാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു വെളിച്ചം ലഭിക്കുന്നു എന്നുമാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് സ്റ്റാറിന്റെ എനർജിയാണ്. സ്റ്റാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലതുപോലെ ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന സ്റ്റാർ നക്ഷത്രമല്ലേ, അതുപോലെ നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഉയർച്ചയിലേക്ക് പോകുന്ന എനർജിയാണ്. കുറച്ച് ഉയർച്ച എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ മറ്റുള്ളവരെ അപേക്ഷിച്ച് നിങ്ങളായിരിക്കും കുറച്ച് ടോപ്പിലേക്ക് വരുന്നത്. അങ്ങനെയുമുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടി സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾ ഒരു പുരോഗതി വരാം, പ്രോഗ്രസ് വരാം.
ഇനി അതുമല്ല മറ്റ് ആരോഗ്യ കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു പ്രോഗ്രസ് വരാൻ കുറച്ചുകൂടി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഈ സന്തോഷം അനുഭവിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ആരോഗ്യം കൂടുതലായിട്ട് മെച്ചപ്പെട്ടു വരുന്നത്. നമ്മളിപ്പോൾ വീട്ടിൽ തനിച്ച് ഒരു മൂടിയായിട്ട് ഇങ്ങനെ ഒരു കാര്യത്തിലും ചിന്തയില്ലാതെ ഒരു അലസ മനോഭാവത്തിൽ ഒരു നെഗറ്റീവ് എനർജിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആരോഗ്യത്തിനൊരു ക്ഷതമുണ്ടാകുന്നു. വിചാരിക്കുന്നത് പോലെ ഒരു ഇമ്പ്രൂവ്മെന്റ് കിട്ടുന്നില്ല, ഒരു കാര്യത്തിലേക്ക് ഒരു ഉന്മേഷം ലഭിക്കാത്ത ഒരു എനർജി ആയിരിക്കും. പക്ഷെ ഇപ്പോഴതല്ല. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും മുൻപോട്ട് ഇറങ്ങി അതിൽ പ്രവർത്തിക്കണം എന്നുള്ള എനർജിയാണ്. അത് മുൻപോട്ട് നിങ്ങൾ വരുംതോറും തീർച്ചയായിട്ടും നിങ്ങളെ മറ്റുള്ളവരൊന്ന് ശ്രദ്ധിക്കപ്പെടുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു ഉയർച്ച വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് എപ്പോഴും പോസിറ്റീവ് ചിന്തകളും പരിശ്രമവും, അതുപോലെ നിങ്ങളുടെ കാര്യത്തിലായാലും നിങ്ങൾക്ക് പോസിറ്റീവ് ചിന്തകളും പരിശ്രമങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു വലിയ വിജയം കൊണ്ടുതരും. മനസ്സിലായി? അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകൂ എന്നാണ് ഇവിടെ പറയുന്നത്. ക്യൂൻ ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികം നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം, അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടാവാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ചില ജോലികൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാവാം. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിരിക്കുന്ന ചില കാര്യങ്ങളെ നിങ്ങളിലേക്ക് അത് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്ടിലിരുന്നാലും ചിലപ്പോൾ നിങ്ങളുടെ വരുമാന മാർഗം ഒന്ന് വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് ഇവിടെ സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ അടുത്തായിട്ട് 9 ഓഫ് സോഡിന്റെ എനർജിയാണ്. ഒരുപാട് മാനസിക വിഷമമുണ്ട് ഈ ഒരു സമയത്ത്. ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ റിലേഷൻഷിപ്പിലെ പ്രോബ്ലം ആവാം, ഇനി അതുമല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാവാം. എന്തായാലും ശരി, അത് കിട്ടാത്തതിലുള്ള വിഷമമാണ്. ഇനി അതുപോലെ തന്നെ ആവശ്യമില്ലാതെ അവരോട് വഴക്കുകൂടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇവിടെ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നു. ഇവിടെ ഓരോ നിമിഷവും ടൈം നോക്കി ഇരിക്കുകയാണ്. കാരണം നേരം വെളുക്കുന്നില്ല. നേരം വെളുക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുന്നില്ല. അപ്പോൾ ഉറക്കം വരാത്ത ഒരു സമയമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഈ ഒരു എനർജിയിലാണ് ചില ആൾക്കാർ എന്ന് കാണുന്നുണ്ട്. ഇതിവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് അതിനുള്ള ആകാംക്ഷ പൂണ്ടിട്ട് ഉറക്കം കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും. ഇനി മറ്റ് എന്തെങ്കിലും റിലേഷൻഷിപ്പിന്റെ പ്രശ്നമായാൽ തന്നെയും നിങ്ങൾക്ക് ഇവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു മെസ്സേജോ കോളോ ഒക്കെ തരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ആ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസത്തിലാണ്, നിങ്ങൾ ചില ചിന്തകളിലാണ്. കഴിഞ്ഞു പോയ ചില കാര്യങ്ങളെ കുറിച്ച് ഓർക്കാം, അല്ലെങ്കിൽ ആരോടെങ്കിലും വഴക്കിട്ട ചില കാര്യങ്ങളെ കുറിച്ച് ഓർത്തിരിക്കാം. അപ്പൊ അങ്ങനെ എന്തൊക്കെയോ ചില ചിന്തകളിലാണ് എന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങള് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം ഒരു അന്ത്യം വരാൻ പോകുന്നുണ്ട്. ഇതിനെല്ലാം ഒരു അവസാനം വരും. ഇങ്ങനത്തെ ചിന്തകൾക്കെല്ലാം ഒരു അവസാനം വരും. നിങ്ങൾ കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് പോകും. പിന്നെ മാനസിക സമാധാനം കെടുത്തുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ പീസ് വളരെയധികം അത്യാവശ്യമാണ്. അതില്ലാത്തതിന്റെ പേരിലാണല്ലോ ഇവിടെ ഉറക്കം നഷ്ടപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എനർജിയിൽ നിങ്ങൾ കൂടുതൽ തങ്ങി നിൽക്കുന്നുവെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ അത് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങൾക്ക് മാനസിക സമാധാനം, നിങ്ങൾക്ക് ഇന്നർ പീസ് കിട്ടണമെങ്കിൽ എന്താണ്? നിങ്ങൾ വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. ആരോട് വിദ്വേഷമോ പകയോ ഒന്നും നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. പോട്ടെ, നിങ്ങൾക്ക് കുറച്ച് നഷ്ടം വന്നാലും വേണ്ടില്ല, മറ്റുള്ളവർ ജയിച്ചോട്ടെ എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സമാധാനം കിട്ടും, നിങ്ങൾക്ക് ഇന്നർ പീസ് കിട്ടും. അതല്ലേ ഇന്റേണലി നിങ്ങൾക്ക് ഒരു സമാധാനം ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു വിട്ടുകൊടുക്കൽ അത്യാവശ്യ കാര്യം തന്നെയാണ്. അല്ലാതെ അവരോട് പക പോക്കണം, അവർ ചെയ്തതിനപ്പുറം എനിക്ക് ചെയ്യണം എന്നുള്ള എനർജിയോടുകൂടി നിങ്ങൾ മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾ അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തിന്? ഇന്നർ പീസ് കിട്ടാതെ, ഇന്റേണലായിട്ട് നിങ്ങൾക്ക് ആ ഒരു സമാധാനം കിട്ടാതെ നിങ്ങൾ വീണ്ടും താഴേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആ വാശിയൊന്നും ഇല്ലാതെ മുന്നോട്ട് വരാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇനി 9 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. സാമ്പത്തികപരമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ ഇന്ന് സഫലത അനുഭവിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കണ്ടില്ലേ? ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സക്സസ് ആണ് ഇന്നത്തെ ദിവസം വരാൻ പോകുന്നത്. പലർക്കും
പല വഴികളിലൂടെയും ഇന്ന് സാമ്പത്തികം ലഭിക്കാം. നിങ്ങൾക്ക് സമൂഹത്തിലൊന്ന് ഉയർന്നു നിൽക്കാനുള്ള, തലയെടുപ്പോടുകൂടി നിൽക്കാനുള്ള ഒരു എനർജി ലഭിക്കുന്നുണ്ട്. അത് ഏത് വഴിയായാലും, ചിലപ്പോൾ നിങ്ങൾ ലോൺ എടുക്കാൻ ഉള്ളതായിരിക്കാം, എന്നാലും ശരി, നിങ്ങളിലേക്ക് സാമ്പത്തികം വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തായിട്ട് 7 ഓഫ് വാൺസിന്റെ എനർജിയാണ്. 7 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ചുറ്റിനുമുണ്ട്. പലരും നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിയിരിക്കുകയാണ്. പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ആരോപിച്ചുകൊണ്ട്, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ, എത്ര നാളായി പൈസ വാങ്ങിച്ചിട്ട് അത് തന്നില്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാവണം. നിങ്ങളിവിടെ പ്രതിക്കൂട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ ഒരുപാട് വിഷമം അനുഭവിച്ച് നിൽക്കുന്ന എനർജി പലർക്കും ഉണ്ടാവും, ആർക്കെങ്കിലും ഒക്കെ ഉണ്ടാവും. അതാണ് നിങ്ങളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ഭാരം ചുമക്കുന്നവരാണ്. അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള വ്യക്തികളാണെന്ന് കാണുന്നുണ്ട്. 10 ഓഫ് വാൺസ്. ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഇതിന് ഇവിടെ ഒരു അന്ത്യം വരുത്തണം, അല്ല എങ്കിൽ എനിക്ക് ഇനി ഇതിങ്ങനെ ചുമക്കാൻ വയ്യ, എനിക്കൊരു സന്തോഷം വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ ഭാരം ചുമന്നാൽ പറ്റില്ല, അതുകൊണ്ട് എനിക്കിനി മറ്റുള്ളവരുടെ ഭാരം കൂടി ചുമക്കാൻ വയ്യ എന്നൊക്കെയുള്ള ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 7 ഓഫ് വാൺസിന്റെ എനർജിയിൽ നിന്നും രക്ഷപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ആ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഒന്ന് കുറച്ചുകൂടി വെളിയിലേക്ക് വരും എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഭാരം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒഴിവാക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് ഭാരം മറ്റുള്ളവരുടെ, നിങ്ങളുടെ തന്നെ പോരാഞ്ഞിട്ടോ മറ്റുള്ളവരുടെയും ഭാരം, മറ്റുള്ളവരുടെയും പ്രശ്നം എടുത്ത് നിങ്ങൾ നിങ്ങളുടെ ചുമലിലേക്ക് ഏറ്റെടുത്ത് വെക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്കൊന്ന് ഒഴിവാക്കി മുന്നോട്ട് വരാൻ സാധിക്കും. അല്ലാതെ നമുക്ക് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്, എന്നിട്ടും അത് അവിടെ കിടന്നിട്ട് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കൂടെ കേട്ടിട്ട് അവരുടെയും കൂടെ ഭാരം വാങ്ങിച്ച് ചുമലിലേറ്റുക, അത് ഞാൻ നടത്തിത്തരാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ ആ സാമ്പത്തികം തരാം, എവിടെന്നെങ്കിലും ഞാൻ ഒപ്പിച്ചു തരാം, ഇതൊക്കെ പറയുന്ന ചില ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അതിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ ആദ്യം നിങ്ങളുടേതായ കാര്യങ്ങൾ ഭദ്രമാക്കുക, മനസ്സിലായി, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയുള്ളൂ, സന്തോഷം കിട്ടുകയുള്ളൂ. നമുക്ക് ഏറ്റവും അത്യാവശ്യം നമുക്ക് സമാധാനം, സന്തോഷമൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതലായിട്ട് കൈകടത്താൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കഥ ഒരാൾ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ തന്നെയും നിങ്ങൾക്ക് എന്താണ്, അത് അവിടെ നിന്ന് നിങ്ങൾക്ക് സ്ഥലം കാലിയാക്കാവുന്നതാണ്. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ള മട്ടിൽ തന്നെ നിങ്ങൾ പിന്തിരിഞ്ഞു പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അതല്ല, മറ്റുള്ളവരുടെ കഥ കേട്ട് അതിനവരെ സഹായിക്കാൻ പോയാൽ നിങ്ങൾ ആകപ്പാടെ ആപ്പിലാകുന്ന, അല്ലെങ്കിൽ നിങ്ങൾ കുഴങ്ങിപ്പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ എംപററുടെ പദവിയാണ് വന്നിരിക്കുന്നത്, എംപററുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിലും ശരി, അത് കൃത്യനിഷ്ഠയോടുകൂടി പാലിച്ചു പോകുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷെ ഇത് കൃത്യനിഷ്ഠയോടുകൂടി പാലിക്കാൻ പല ആൾക്കാർക്കും കഴിവുണ്ട്, മനസ്സിലായി. ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി നിലനിർത്താൻ കഴിവുള്ള ചില ആൾക്കാരുണ്ട്. വരുമാനം അനുസരിച്ച് ചെലവിനെ കൊണ്ടുപോവുക, ഇതൊക്കെ നല്ല ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചുവെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ജീവിതത്തെ ബാലൻസ് ചെയ്ത് സ്റ്റേബിളായിട്ട് നിലനിർത്തിക്കൊണ്ട് സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചൊന്ന് ബുദ്ധിമുട്ടാണ്. ചില ആൾക്കാർ ബുദ്ധിപൂർവം അതിനെ മാനേജ് ചെയ്യാൻ കഴിവുള്ളവരുണ്ടാവും. അങ്ങനെയുള്ള ചില ആൾക്കാരുടെ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. ഗവൺമെന്റ് ജോബിന് നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ കിട്ടാനുള്ള സാധ്യതയെ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ പെർമനന്റ് ആയിട്ട് സാലറി വാങ്ങുന്ന ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് നീങ്ങാനും ഇവിടെ സാധിക്കുന്നു എന്നാണ് കാണുന്നത്. ജീവിതചര്യകളൊക്കെ വളരെയധികം കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് പാലിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട് ഇവിടെ. അതുപോലെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് സ്നേഹം പറയാൻ, നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാൻ, അല്ലെങ്കിൽ ഇഷ്ടമായിട്ട് ഇരുന്നവർ പിരിഞ്ഞു പോയിട്ട് അവരിൽ നിന്ന് ഒരു നല്ല മെസ്സേജ് കിട്ടാനോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഒന്ന് വിളിക്കാനോ ഒക്കെയുള്ള എനർജി ഉണ്ട് ഇന്നത്തെ ദിവസം. അപ്പൊ ഈ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നത് കുറെ അധികം സന്തോഷത്തിനായിട്ടുള്ള എനർജിയാണ്. ഇന്ന് പല കാര്യങ്ങളും ഇവിടെ തുടങ്ങി വെക്കാൻ പോകുന്നു, പല കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ തുടങ്ങുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ ദിവസം ഇന്ന് തിങ്കളാഴ്ചയല്ലേ, നമുക്ക് ഗണപതി ഭഗവാന്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് നോക്കാം. ഓണക്കാലമൊക്കെ അല്ലേ, നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറിയോ എന്ന് നമുക്ക് നോക്കാം.
സോറി. നാല് കാർഡ്സ് ഒത്തിരി സ്മൂത്താ, കയ്യിൽ നിന്ന് പോവുകയാണ്. പ്രോസ്പെറിറ്റിയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഐശ്വര്യം വരാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഹീലിംഗ് ആണ്. ഇവിടെ നമ്പർ 9 ആണ് വന്നിരിക്കുന്നത്, ഇവിടെ നമ്പർ 9 ആണ് വന്നിരിക്കുന്നത്. 99, 999 ഒക്കെ കാണുന്നവരുണ്ടാവുക പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യണം. കാരണം ഇവിടെ ഹീലിംഗ് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ആശ്വസിക്കാനുള്ള അല്ലെങ്കിൽ സമാധാനമായിട്ടിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു. കാരണം ഇവിടെ പ്രോസ്പെറിറ്റി വരുന്നുണ്ട്, ഐശ്വര്യം നിങ്ങൾക്ക് വരുന്ന സമയമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ നിറഞ്ഞ ഐശ്വര്യം, നിറഞ്ഞ ഹീലിംഗ് ഇതൊക്കെ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് വന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാവേ. നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് അക്സെപ്റ്റൻസ് ആണ്. ഉണ്ടല്ലേ, എന്തൊക്കെയോ ഗിഫ്റ്റുകൾ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആരെങ്കിലും ചിലപ്പോൾ ഡ്രസ്സുകൾ വാങ്ങിച്ചു തരാം, ഓണക്കാലമൊക്കെ അല്ലേ, ഡ്രസ്സുകൾ വാങ്ങിച്ചു തരാൻ, ഇനി അതുപോലെ തന്നെ കഴിക്കുന്ന സാധനങ്ങൾ, എന്തെങ്കിലും ഫുഡൊക്കെ നിങ്ങൾക്ക് തരാനുള്ള എനർജി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്നാക്സ് കൊണ്ട് തരാം, അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സ്വീകരിക്കാനുള്ള എനർജി ഉണ്ട്. സന്തോഷമായിട്ട് അച്ചീവ്മെന്റ് ആണ്. നമ്പർ 6 ആണ് വന്നിരിക്കുന്നത്. ഇവിടെയും നമ്പർ 9 വന്നിട്ടുണ്ട്. 9 + 3 12 3 ആണ്, നമ്പർ 3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ അച്ചീവ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും മത്സരത്തിലൊക്കെ നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു വിജയം നേടാനുള്ള സാധ്യത, അല്ലെങ്കിൽ നേട്ടത്തിനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. അതിനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്ന കാര്യത്തിൽ ഒരു വിജയം, ഒരു സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ റെവലേഷനാണ്. ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓണക്കാലമൊക്കെ അല്ലേ, ചിലപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് പരിശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾക്ക് അവിടെ എന്തൊക്കെയോ ചില മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങളെയൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കഴിയും എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്നുള്ളതിനൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കഴിയും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്പർ 6 ആണ്. ഇവിടെ വന്നിരിക്കുന്നത് ഡിവൈൻ സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ദൈവാനുഗ്രഹം ഉണ്ടാകുന്നു, ദൈവത്തിൻ്റെതായ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. അപ്പോൾ ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് ഇന്ന് എന്നാണ് കാണുന്നത്. മനസ്സിലായി? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.